കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന 2-3 ദിവസത്തിനുള്ളിൽ നടക്കുകയാണ്. അങ്ങനെയുള്ള വാർത്തകൾ പുറത്തു വരുന്നതിനിടയിൽ തന്നെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെ മാറുമെന്നാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. ഒരുപക്ഷെ വലിയ രീതിയിൽ മന്ത്രിസഭയിൽ മാറ്റം വന്നേക്കും എന്നുള്ളതാണ് BJP വൃത്തങ്ങൾ നൽകുന്ന സൂചന. കേരളത്തിലാകെയുള്ള 2 മന്ത്രിമാരിൽ ഒരാൾ 2 ദിവസം മുൻപ് തെറിച്ചു. ഇനി ആകെയുള്ള സുരേഷ് ഗോപിയും പുറത്തേക്കുള്ള വഴിയിലാണോ എന്നുള്ളത് മറ്റൊരു സംശയത്തിൽ നിൽക്കുന്നു. തന്നെ ഒഴിവാക്കണമെന്ന് പെട്രോളിയം സഹമന്ത്രിയായ സുരേഷ് ഗോപി അഭ്യർത്ഥിച്ചതായും ഒരു വാർത്തകൾ വന്നത് നമ്മൾ കണ്ടു. സ്ഥാനം നഷ്ടപ്പെടുമോ എന്നൊരു ഊഹാപോഹം നേരത്തെ തന്നെ പ്രചരിക്കുന്നുമുണ്ട്. ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സുരേഷ് ഗോപി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടതായും വാർത്ത വന്നിരുന്നുവെങ്കിലും ക്യാബിനറ്റ് പദവി കിട്ടാനുള്ളൊരു തന്ത്രമാണ് അതെന്ന് പറയുന്നുമുണ്ട്. ക്യാബിനറ്റ് പദവി കിട്ടാത്തതിൽ സുരേഷ് ഗോപിക്ക് ആദ്യം തന്നെ വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. കാരണം ഏക MP ആണ് സുരേഷ് ഗോപി. അദ്ദേഹം മാത്രമാണ് BJPക്ക് കേരളത്തിൽ നിന്നുള്ള ലോകസഭാ MP ആയി ഉള്ളത്. സുരേഷ് ഗോപി ഇപ്പോൾ ഹർദീപ് സിംഗ് പുരിയുടെ കീഴിൽ സഹമന്ത്രിയാണ് എന്നിരിക്കെ അതിലും ചില മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയേറെയുണ്ട്. അതായത് നമുക്കറിയാം, എപ്സ്റ്റീൻ ബാലപീഡനവുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ സ്ഥാനം പിടിക്കുകയും അത് വലിയ രീതിയിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന ഒരു മന്ത്രി എന്ന നിലയിൽ ഹർദീപ് സിംഗിന് ആ സ്ഥാനം നഷ്ടപ്പെടുമെന്നാണ് ഏറെക്കുറെ ഉറപ്പായിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടായാൽ ഹർദീപിന് പകരം സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി നൽകുമോ എന്നതും ചർച്ചയിലാണ് ഇപ്പോഴുള്ളത്. കേരളത്തിൽ നിന്നുള്ള ഏക പ്രതിനിധിയാണ് ഇപ്പോൾ സുരേഷ് ഗോപി. ഇതുവരെ മന്ത്രിയായിരുന്ന ജോർജ് കുര്യൻ ആ സ്ഥാനം നഷ്ടപ്പെട്ടത് ക്രൈസ്തവർക്കിടയിൽ വലിയൊരു പ്രശ്നമുണ്ടാക്കി എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അനൂപ് ആൻ്റണിയുടെ പേരും പരിഗണിക്കാൻ സാധ്യതയേറെയുണ്ട്. അതുപോലെ തന്നെ നീറ്റ് പേപ്പർ ചോർച്ച BJPക്ക് കനത്ത മാനക്കേടുണ്ടാക്കിയ സാഹചര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും ആ സ്ഥാനം നഷ്ടപ്പെട്ടേക്കും എന്നും പറയുന്നുണ്ട്. ഏതായാലും സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം കൂടി പോയാൽ കേരളത്തിൻ്റെ മന്ത്രിസ്ഥാന പട്ടിക വട്ടപൂജ്യമാകും. അങ്ങനെ ഒരു അവസ്ഥയുണ്ടാക്കാൻ BJP തൽക്കാലം നിൽക്കില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പോടുകൂടി വലിയ മുന്നേറ്റം BJPക്ക് ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി വരുന്ന ഒരു തെരഞ്ഞെടുപ്പോടുകൂടി 30% മുകളിലേക്ക് എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് വർദ്ധിപ്പിക്കാനാണ് BJPയുടെ ശ്രമം. ആ സാഹചര്യത്തിൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അവഗണന കൂടി ഉണ്ടാകില്ല എന്നാണ് BJP ഇപ്പോൾ പ്രതീക്ഷ വെക്കുന്നത്. കേരളത്തിൽ പുതിയ മന്ത്രിമാരുടെ, അതായത് K സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളുടെ പേരുകൾ കേന്ദ്ര മന്ത്രിസ്ഥാനത്തേക്കൊക്കെ പരിഗണനയിൽ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും ഒന്നും ഇതുവരെ ശരിയായി വന്നിട്ടില്ല. ഈ മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച ഈ സമയത്ത് പോലും പുതുതായി ആരുടെ പേരും പുറത്ത് പറയുന്നുമില്ല. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവിയിൽ പ്രമോഷൻ നൽകാനാണ് സാധ്യതയുള്ളത്. നമുക്കറിയാം, BJP CPM അല്ലെങ്കിൽ BJP പിണറായി വിജയൻ രഹസ്യബന്ധത്തിൻ്റെ ഒരു സ്മാരകമാണ് ഇവിടെ സുരേഷ് ഗോപി MP എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വിജയം അങ്ങനെയാണ്. അതുമാത്രമല്ല, ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്ത കേരളത്തിലെ ആദ്യത്തെ BJP MP സുരേഷ് ഗോപിയാണ്. അങ്ങനെ ഒരാളെ പുറത്താക്കി മറ്റൊരാൾക്ക് സ്ഥാനം നൽകുന്നതിനെ BJP നേതൃത്വം തൽക്കാലത്തേക്ക് അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. അത് ക്യാബിനറ്റ് നൽകിയാണോ അല്ലെങ്കിൽ പേരിനൊരു മന്ത്രിയാക്കി തുടരാൻ അനുവദിച്ചോ എന്നറിയില്ല. ഏതായാലും കേരളത്തിൽ ഒരു പ്രതീക്ഷയും BJP കേന്ദ്ര നേതൃത്വത്തിന് ഇപ്പോൾ ഇല്ലെങ്കിലും സുരേഷ് ഗോപി വേറൊരു ലെവലാണ്. സത്യത്തിൽ കേരളത്തിലെ BJPക്കാരെയെല്ലാം അല്ലെങ്കിൽ BJP നേതാക്കളെയെല്ലാം തോൽപ്പിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി എന്ന BJP MPയുടെ ഇപ്പോഴത്തെ പോക്ക്. അത് 2 ദിവസം കഴിയുമ്പോൾ കൂടുതൽ വ്യക്തമാകാൻ പോകുന്നു.